അപ്പം നമ്മൾ ഇന്ന് ഒരു ടൂറ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉള്ളൊരു കിടുക്കാച്ച ബസ്സാണ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. ഞങ്ങൾ എല്ലാ ഫാമിലിയും കൂടിയിട്ട് പോയിരുന്നു. അപ്പം കിടുക്കാച്ച മഴയൊക്കെ ആയതുകൊണ്ട് മാമിമാരും മാമന്മാരൊക്കെ പറഞ്ഞു വണ്ടിയൊക്കെ ടൂറൊക്കെ ക്യാൻസൽ ചെയ്യാന്ന്. അപ്പോൾ പിള്ളേഴ്സൊക്കെ കൂടി പറഞ്ഞു റെഡ് അലേർട്ടൊക്കെ ആയപ്പോൾ മാമന്മാരൊക്കെ പോകണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിള്ളേഴ്സൊക്കെ കൂടിയിട്ട് പറഞ്ഞു നമുക്ക് പോവാം, പിന്നെ ഒരു ദിവസം ലീവൊന്നും കിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ പോയിരുന്നു. ഞങ്ങൾ അടിച്ചങ്ങ് പൊളിച്ചു. അന്ന് മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മഴയൊന്നും ഞങ്ങൾ മൈൻഡാക്കിയില്ല. ഞങ്ങൾ റിസോർട്ടിലേക്ക് അങ്ങ് പോയി അടിച്ചങ്ങ് പൊളിച്ചു. ജുമാമൻ്റെയും പിന്നെ ആത്തച്ഛൻ്റെയും പിന്നെ മാമിമാരൊക്കെ ഇതൊക്കെ ഉണ്ടായിരുന്നു, പാട്ടൊക്കെ ഉണ്ടായിരുന്നു. പിള്ളേഴ്സ് എല്ലാം കൂടിയിട്ട് നല്ലൊരു കിടുക്കച്ച ഡാൻസ് അങ്ങ് കളിച്ചു. എല്ലാവരും കൂടിയിട്ട് നല്ല ഡാൻസ് കളിച്ചു. അമ്മമ്മമാരൊക്കെ പണ്ടത്തെ പാട്ടൊക്കെ പാടിത്തന്നു. ഞങ്ങൾ ഓളങ്ങ് പോയി. അപ്പം രാവിലെ ആയപ്പോൾ ഞാനൊക്കെ ഉറങ്ങുമായിരുന്നു. അമ്മയും അച്ഛനും ഏച്ചിമാരൊക്കെ പൂത്തോട്ടത്തിൽ പോയി. അവിടെയൊക്കെ കിടക്കാച്ച് നല്ല വ്യൂ ആയിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ കണ്ടാലോ? അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് അയ്യ സ്ഥലം. ഈ നടന്നു പോകുന്നത് എൻ്റെ അച്ഛനും അമ്മയും ഏച്ചിമാരൊക്കെയാണ്. നല്ല ഭംഗിയില്ലേ ഗൈസ് അവിടെ കാണാൻ. ഇത് എൻ്റെ അച്ഛൻ ഇത് സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. ബാക്കിൽ നിന്ന് വരുന്നത് എൻ്റെ മാമിയും പിന്നെ എൻ്റെ അമ്മയാണ്. അപ്പോൾ രാവിലെ ആയപ്പോൾ മാമന്മാരൊക്കെ സ്വിമ്മിംഗ് പൂളൊക്കെ ഇറങ്ങി. അപ്പോൾ അടിച്ച് പൊളിച്ചിരുന്നു. അച്ഛന് നീന്തൽ അറിഞ്ഞൂടായിട്ട് അച്ഛന് നീന്തുന്ന സാധനം എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തായിരുന്നു. പൂളിൻ്റെ ബാക്കിലുള്ള നല്ലൊരു വ്യൂ നിങ്ങൾ കാണുന്നുണ്ടോ ഗായ്സ്? എന്തൊരു രസകരമാണല്ലേ. അച്ഛനും മാമനും പിന്നെ ആമിയും ആത്തച്ഛനും ഒക്കെ കുറേ നേരം പൂളിനൊക്കെ കളിച്ചു പറയണം. എന്നിട്ട് ഞങ്ങൾ റിസോർട്ടിൽ നിന്ന് ഇറങ്ങി കുറേ സ്ഥലത്തൊക്കെ പോകാനുണ്ടായിരുന്നു. ബസ്സിൽ കാര്യപാട് എല്ലാവരും പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ചു കേട്ടോ. ഇത് ഞങ്ങളെ ലജ്ജു ചേച്ചി, അന്വേഷി, പിന്നെ സ്നേഹ ചേച്ചി, ടിച്ചുവട്ടെ, പൊന്നു ചേച്ചി, അവരൊക്കെയാണ് ഇതൊക്കെ. കുറേ നേരം ഞങ്ങൾ അഴിന്ന് അടിച്ച് പൊളിച്ച് തുള്ളിക്കളിച്ച്. പിന്നെ കുറച്ച് ക്ഷീണിച്ച് സീറ്റിലൊക്കെ ഇരുന്ന് നമ്മൾ സ്പെൻഡ് ചെയ്തു. അവിടെയൊക്കെ കണ്ടിട്ട് സ്പെൻഡ് ചെയ്തു. എന്തൊരു രസമല്ലേ ഇവിടെയൊക്കെ കാണാൻ. നിങ്ങൾ പോയിട്ടുണ്ടോ വയനാട് റിസോർട്ടിലാറ്റം? ഒന്ന് കമൻറ്റ് ചെയ്യണേ. പോകുന്നതാണ് അട്ടമല. നമ്മൾ അട്ടമല കഴിഞ്ഞിട്ടില്ലേ ഒരു നല്ലൊരു സ്ഥലത്ത് പോയിരുന്നു. ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പോകുന്നതാണ്. ഇത് ഓഫ് റോഡാണിത്. തട്ടിമുട്ടിയൊക്കെ ചാടി ജീപ്പിലായിരുന്നു ഞങ്ങൾ പോയത്. കുയിലൊക്കെ ചാടി ഞങ്ങൾക്ക് നല്ല പേടിയൊക്കെ ആയി. ഞങ്ങൾ ചിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്താനായിട്ടോ.
അവിടെ എത്തി. അപ്പം നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് നടക്കുകയാണ്. അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടുന്ന് ഗ്ലാസ് ബ്രിഡ്ജിലൊക്കെ ഒന്ന് കാണാൻ പോയി എല്ലാവരും. അമ്മമാരൊക്കെ ഉണ്ടായിരുന്നത്. ഞാനും അമ്മയും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആകാശമൊക്കെ കാണാൻ എന്തൊരു രസമല്ലേ. അപ്പം നമ്മൾ പൊട്ടുന്ന സൗണ്ടൊക്കെ കേൾക്കും. അതൊന്നും നമ്മൾ മൈൻഡാക്കിയില്ല കേട്ടോ. നേരെ നടന്നൊക്കെ പോയി. ഈ നടന്ന് വരുന്നത് എൻ്റെ ആത്തച്ഛനും ആത്തയാണ്. ഈ നടന്ന് റീൽസ് എടുക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയാണ്. അവൾ എന്നെ കൂട്ടാണ്ട് കുറേ റീൽസൊക്കെ എടുത്തു. അപ്പം നമ്മൾ പോയത് കാരപ്പുഴയിലേക്കാണ്. അപ്പോൾ അവിടെ കുറേ പൂന്തോട്ടമൊക്കെ എടുക്കുക. അമ്മ അച്ഛനൊക്കെ എന്നെ കൂട്ടാതെ ഫോട്ടോ ഒക്കെ എടുത്തിരുന്നു. അവിടെ വന്നപ്പോൾ അമ്മമ്മമാർക്കൊക്കെ ഭയങ്കര സന്തോഷമായി. അവിടെ പൂവൊക്കെ കണ്ടപ്പോൾ പൂ നല്ലോണം ഉണ്ടായിരുന്നു. പൂവൊക്കെ നല്ല ഇഷ്ടമുള്ള അമ്മമ്മമാരായിരുന്നു. ഇന്ന് ഞങ്ങൾക്കൊരു ഫ്രണ്ട്സിനെ കിട്ടി. പിന്നെ ഞങ്ങൾ തിരിച്ച് ബസ്സിലോട്ട് കയറി എനിക്ക് അടിച്ച് പൊളിച്ചു. ആലപ്പുഴയിലേക്കുള്ള കുറച്ച് റൈഡൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഫാസ്റ്റ് റൈഡ്. ചേച്ചിമാർക്ക് ആടുന്നുണ്ടോ? ഊഞ്ഞാല് പോയി. ഇത് സ്നേഹേച്ചിയാണ്. വയനാടുള്ളൊരു ചേട്ടൻ ഞങ്ങൾക്ക് ഒരു ഫോട്ടോ എടുത്തു തന്നു. അപ്പോൾ ഒരു ഫാമിലി ഫോട്ടോ വരുന്നു. അപ്പോൾ എല്ലാവരും താങ്ക് യു. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.